കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. അപ്പോൾ നമ്മൾ +1 മലയാളം ക്ലാസ്സിലെ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് 3-ാമത്തെ അധ്യായമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്രീ N.A. നസീറാണിത് എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വായിക്കുകയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. നോക്കൂ, ശ്രദ്ധിക്കുക. N.A. നസീർ ഒരു ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനാണ്. നമ്മുടെ പുസ്തകത്തിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. സാഹസിക വനസഞ്ചാരങ്ങളിലൂടെയും വന്യജീവി ഫോട്ടോഗ്രാഫിയിലൂടെയും ശ്രദ്ധേയൻ, അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇദ്ദേഹം 1962 എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ. നിങ്ങൾ ടെക്സ്റ്റിലില്ല, മനസ്സിലാക്കി വയ്ക്കുക. കാടിനെ ചെന്ന് തൊടുമ്പോൾ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതി. ഇനി വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നത് N.A. നസീറിൻ്റെ ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിൽ വേരുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആ നഷ്ടപ്പെടുന്നതിൻ്റെ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച്, പിന്നെ പരിസ്ഥിതിയുടെ പ്രത്യേകതകളെക്കുറിച്ച്, നമ്മുടെ വൃക്ഷങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും വേരുകളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്രകളിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ ആഖ്യാനം ചെയ്യുന്ന ഒരു ലേഖനമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ആ നഷ്ടപ്പെടുത്തുന്നവർ ആരാണെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ ലേഖനത്തിലേക്ക് കടക്കാം. നെഞ്ചോട് അണച്ചു പിടിക്കുന്ന പോലെ ആയിരിക്കാം ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്തു വെച്ചിരിക്കുന്നത്. ആണല്ലോ, ഓരോ വൃക്ഷവും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയാണ്, വേരുകൾ കൊണ്ട് ആഴ്ന്നിറങ്ങിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ തന്നിലേക്ക് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെ, ചേർത്ത് പിടിക്കുന്നത് പോലെ ആയിരിക്കാം ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്തു വെച്ചിരിക്കുന്നത്. വേരുകളൊക്കെയും നാം കൊത്തി അകറ്റുമ്പോഴും ഭൂമി തുരന്ന് അവ പുറത്തിടുമ്പോഴും വീഴുന്നതിന് തൊട്ടു മുമ്പ് ആ വൃക്ഷത്തിന് ദയനീയമായ ഒരു നിൽപ്പുണ്ട്. ഏതാനും നിമിഷത്തേക്കു മാത്രം. തൻ്റെ ചുറ്റിനും തന്നോടൊപ്പം വളർന്നു വന്ന കൂട്ടുകാരെയെല്ലാം അവസാനമായി ഒരു നോക്കു കാണുന്നതിന്. പിന്നീട് ഒടുവിലെ വേരും അറ്റ് ആർത്തലച്ച് അത് മണ്ണിലേക്ക് പതിക്കുന്നു. അതൊരു ദയനീയമായ പതനം തന്നെയാണ് അല്ലേ? മണ്ണിലേക്ക് ആർത്തലച്ച്, ആ മരം ആർത്തലച്ച് വന്ന് വീഴുകയാണ്. ആ മണ്ണിൽ വേരൂന്നി വളർന്ന ആ മരത്തിൻ്റെ ഓരോ വേരും കുത്തി അറുത്ത് മാറ്റി നമ്മൾ മനുഷ്യർ ഓരോ വൃക്ഷത്തെയും ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഭൂമിയിൽ നിന്നും വെട്ടി മാറ്റുകയാണ്. സത്യത്തിൽ നമ്മൾ ആ മരങ്ങൾ വെട്ടി മാറ്റുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ വേരുകൾ അറുത്തു മാറ്റിയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നമ്മുടെ നിലനിൽപ്പിൻ്റെ വേരുകളാണ് നമ്മൾ അറുത്തു മാറ്റുന്നത് എന്ന സത്യം നമ്മൾ മനുഷ്യർ ഇപ്പോൾ വളരെ വൈകിയാണെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് വൃക്ഷങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം പല സന്ദർഭങ്ങളിലും വൃക്ഷങ്ങൾ വെട്ടി മാറ്റേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നോക്കൂ, ഇനി അടുത്തത്. മഴക്കാടിൻ്റെ അടിത്തട്ടിലുടനീളം വേരുകളായിരുന്നു. അവയെ പുതഞ്ഞ് കറുത്ത മണ്ണും, മുകളിൽ അഴുകി കുഴമ്പു രൂപത്തിലായ മരിച്ച ഇലകൾ, അതിനു മുകളിൽ പഴകിയ ഇലകളുടെയും പൊടിഞ്ഞ ഇലകളുടെയും അടുക്ക്, വീണ്ടും മുകളിൽ പൊടിഞ്ഞു ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇലകൾ, ഏറ്റവും മുകളിൽ പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഇലകൾ. ഈ ഇല അടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. വളരെ നല്ലൊരു ആശയമാണ് ഇവിടെ പറഞ്ഞത്. ഈ ഇല അടരുകളെല്ലാം തന്നെ എന്ത് ചെയ്യാണ്? വേരുകൾ തേടി ചെല്ലുകയാണ് താഴോട്ട്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. അപ്പോൾ ആ പുനർജനിക്കാനുള്ള ആ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായി ഇലകളെല്ലാം ആ മണ്ണിൽ ലയിച്ചു ചേർന്ന് വീണ്ടും വേരുകളിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? വൃക്ഷത്തിലെത്തി പുനർജനിക്കുന്നുണ്ട്. അപ്പോൾ ആ വേരുകളുടെ മഹത്വത്തെ അവിടെ വളരെ സുന്ദരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു.
അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആദ്യം വീഴുന്ന ഇല, അതിൻ്റെ ആ ഇല വീണ് കുറച്ചൊന്ന് ചീഞ്ഞഴുകുമ്പോഴേക്കും വീണ്ടും ഇലകൾ വീഴും. അതും ഒരുവിധം ദ്രവിച്ചു തുടങ്ങുമ്പോഴേക്കും അടുത്ത പഴുത്ത ഇലകൾ വീഴും. അങ്ങനെ തൻ്റെ യാത്രക്കിടയിൽ, കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ കണ്ട കാഴ്ചകളെ വ്യക്തമാക്കുകയാണ് നസീർ. നോക്കുക. ഇനി അങ്ങനെ ഒരു യാത്രയിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയണത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. വയനാട്ടിലെ കുറുവ ദ്വീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ എവിടെയും കാണാം. അവ പുഴയോരമാകെ കൈയടക്കിയിരുന്നു. ഇവ ദ്വീപുകളെ തെല്ലെങ്കിലും ദൃഢപ്പെടുത്താതിരിക്കില്ല. അപ്പോൾ ഏത് ആണ് വയനാട്ടിലെ കുറുവ ദ്വീപുകളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് പറയണത്. വേരുകൾ എന്ത് ചെയ്യാണ്? മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകൾ എവിടെയും കാണാം. അപ്പോൾ ഇവ ദ്വീപുകളെ തെല്ലെങ്കിലും ദൃഢപ്പെടുത്താതിരിക്കുക. വേരുകൾ മണ്ണിനെ ദൃഢപ്പെടുത്തുന്നുണ്ട്, പക്ഷെ മണ്ണൊലിപ്പ് തടയുന്നുണ്ട്. മണ്ണൊലിച്ചു പോകാതെ ദൃഢപ്പെടുത്തി നിർത്തുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മണ്ണൊലിപ്പു തടയാൻ ചെയ്യേണ്ട മാർഗങ്ങളിൽ ഒന്നാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്, അല്ലേ? നല്ല ബലിഷ്ഠമായ വേരുകളും കല്ലുകളും ഒക്കെ കൂടി പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിക്കുകയാണ്. വേരുകളിലൂടെ വഴുക്കാതെ വേണം പുഴയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ പുഴയോരമാകെ വേരുകൾ പടർന്ന് കിടക്കുകയാണ്. ഏത് ദ്വീപിലെ കാര്യമാണ് പറഞ്ഞാൽ വയനാട്ടിലെ കുറുവ ദ്വീപുകളിൽ. ഇനി യാത്ര ചെയ്യുമ്പോൾ വയനാട്ടിലെ കുറുവ ദ്വീപൊക്കെ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വേരുകളിലൂടെ വഴുക്കാതെ വേണം പുഴയിലേക്ക് ഇറങ്ങി ചെല്ലാൻ. മഴയുടെ നനവും പുഴയുടെ കുളിരും വേരുകളിലൂടെ തൊട്ടറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുഴയുടെ കുളിര് അറിയാൻ വേരുകൾ, മഴയുടെ നനവ്, പുഴയുടെ കുളിര്, ഇതെല്ലാം വേരുകളിലൂടെ തൊട്ടറിയുന്നുണ്ടായിരുന്നു. ആ യാത്രക്കിടയിലുള്ള ഒരു അനുഭവമാണ് നമ്മുടെ നസീർ വ്യക്തമാക്കുന്നത്. വേരുകൾക്കരികിലിരിക്കുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് പുഴയ്ക്കരികിലേക്ക് ഇറങ്ങി വരുന്ന വേരുകളെ നോക്കി. ചിലപ്പോൾ കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വഴി വൃക്ഷങ്ങൾ കേൾക്കുന്നുണ്ടാകാം. അപ്പോൾ കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വഴി വൃക്ഷങ്ങൾ കേൾക്കുന്നുണ്ടാകാം. ഇനി തിരിച്ചു അതെ ഏതുപോലെ? അതോ വൃക്ഷങ്ങളുടെ കഥകൾ പുഴയ്ക്ക് കേൾക്കുവാനോ? വേരുകൾ വഴി പുഴയാണോ കഥ കേൾക്കുന്നത്? തിരിച്ച് പുഴയുടെ കഥകൾ വേരുകൾ വഴി വൃക്ഷങ്ങളാണോ കേൾക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ജലാശയങ്ങളും വേരുകളും തമ്മിൽ എന്തൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടാകാം? അടുത്ത പാരഗ്രാഫ്. വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പന്റെയും കുമാരന്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നതും ഓർമ്മയിൽ ഉണരും. വേറൊരു യാത്രയെക്കുറിച്ചാണ്. യാത്രയ്ക്കിടയിൽ സഹായികളായി വരുന്ന 2 പേരാണ് ചെമ്പനും കുമാരനും. അപ്പൊ അവരോടൊപ്പം തേൻ നോക്കുന്നതിന് വേണ്ടി ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണരും. എന്ത് കാണുമ്പോൾ? വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ. അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിൽ നിന്നും ഞങ്ങളന്ന് കാടിന്റെ ഏറെ ഉള്ളിലായിരുന്നു. കാട്ടുചോലകൾക്കുള്ളിലും വൻ വൃക്ഷച്ചോടുകൾക്കിടയിലും അന്തി ഉറങ്ങിയ രാവുകൾ. കുമാരൻ എപ്പോഴും വലിയ ചീനിമരച്ചോട് ഉറക്കത്തിനായി തെരഞ്ഞെടുക്കുമായിരുന്നു. അവയുടെ വേരുകൾ തായ്തടിയിൽ നിന്നു തന്നെ ചുറ്റിനും പടർന്ന് ഉയരത്തിൽ ഭിത്തി പോലെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നാട്ടിൽ കാണുന്ന മരങ്ങളെ പോലെ കാട്ടിലെ മരങ്ങളുടെ വേരുകളെല്ലാം വളരെ തായ്തടിയിൽ നിന്ന് തന്നെ ഉയർന്ന് ഭിത്തി പോലെ ഉയരത്തിൽ നിൽപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ചുറ്റിനും പടർന്ന് ഉയരത്തിൽ ഭിത്തി പോലെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ കാഴ്ച കൗതുകകരമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ കാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ ഈ വേരുകൾ ഉയർന്ന ഭിത്തി പോലെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ കൗതുകകരമായിരുന്നു എന്നാണ് ലേഖകൻ പറയണത്. ആദ്യമൊക്കെ ആ കാഴ്ച കൗതുകകരമായിരുന്നു. ഇത്തരം വേരുകൾക്കിടയിൽ കാട്ടുകൂവ ഇലകൾ മെത്ത പോലെ വിരിച്ച് ചെമ്പനും കുമാരനും ഉറക്കറ തയ്യാറാക്കും. അവർ കാട്ടിൽ തന്നെ കഴിയുകയാണല്ലോ, രാത്രി കാട്ടിൽ തന്നെ കഴിയാണ്. അപ്പൊ ഈ ചീനി മരത്തിന്റെ വലിയ വേരുകൾ, ഭിത്തി പോലെ ഉയർന്നു നിൽക്കുന്ന വേരുകൾക്കിടയിൽ കാട്ടുകൂവയിലകൾ, വളരെ വീതിയുള്ള കാട്ടുകൂവയിലകൾ വിരിച്ച് ചെമ്പനും കുമാരനും കൂടി ഉറക്കറ തയ്യാറാക്കും. 2 വേരുകൾക്കിടയിൽ 5ഉം 6ഉം പേർക്കൊക്കെ സുഖമായി കിടന്നുറങ്ങാം. എന്ന് വെച്ചാൽ അത്രയും വിശാലമാണ് ആ വേരുകൾക്കിടയിലുള്ള സ്ഥലം, അകലം. 2 വേരുകൾക്കിടയിൽ 5ഉം 6ഉം പേർക്ക് എങ്ങനെ സുഖമായി കിടന്നുറങ്ങാം.
ഷോളയാറിന്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ ഇത്തരം മഹാവൃക്ഷങ്ങൾ അനവധി ഉണ്ട്. പുലർച്ചെ മിഴികൾ തുറന്നത് ഇലകൾ കൊണ്ട് മൂടിയ വലിയൊരു കുടക്കീഴിലാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ്. അപ്പൊ ഈ കാട്ടുകൂവ ഇലകൾ വിരിച്ച് കിടന്നത് എവിടെയാണ്? വലിയ ചീനി വൃക്ഷത്തിന്റെ ആ എന്താ പറയാ വേരുകൾ ഉയർന്നിൽക്കുന്ന ഭിത്തികൾ പോലെ ഉയർന്നിൽക്കുന്ന വേരുകൾക്കിടയിലാണല്ലോ. അപ്പോ പുലർച്ചെ മിഴികൾ തുറന്ന് ഉള്ളിൽ കിടന്നുറങ്ങി മിഴി തുറന്നപ്പോൾ കണ്ടതെന്താണ്? ഇലകൾ കൊണ്ട് മൂടിയ വലിയൊരു കുടക്കീഴിലാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ്. വേരോട് താഴ്ന്ന് വേരിലല്ലേ, വേരിന് താഴെയല്ലേ കിടക്കണത് എന്നുവെച്ചാൽ വേരിന് താഴെ വെച്ചാൽ വേരുകൾക്കിടയിൽ. അപ്പോൾ വൃക്ഷത്തിന്റെ ഏറ്റവും താഴെ അവിടെ നിന്ന് കിടന്ന് മേലോട്ട് നോക്കുമ്പോൾ കണ്ടതെന്താണ്? മിഴികൾ തുറന്ന് ഇലകൾ കൊണ്ട് മൂടിയ വലിയൊരു കുടക്കീഴിലാണെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ്. അത്തരം കിടപ്പിലാണ് ആ വലിയ വൃക്ഷത്തിന്റെ ഉയരം കണ്ണുകൾ നിറയെ കണ്ടത്. വൃക്ഷത്തിന്റെ വേരുകൾക്കൊപ്പം കിടന്ന് താണ് കിടക്കുകയാണല്ലോ. എന്നിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് അത്തരം എന്താ പറയാ അത്തരം കിടപ്പിലാണ് ആ വലിയ വൃക്ഷത്തിന്റെ ഉയരം കണ്ണുകളിൽ നിറയെ കണ്ടത്. അതെ, ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെന്റൻസാണ്, അടയാളപ്പെടുത്തി വയ്ക്കുക. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. അപ്പോൾ ഇവിടെ പറയണ ഒരു ആശയം, ആ വേരുകളാണ് ആ വൃക്ഷത്തെ വളരെ ബലിഷ്ഠമായ രീതിയിൽ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ആഴ്ന്നിറങ്ങി ആ ഭൂമിയിൽ നിന്ന് ഉയരത്തിൽ, വളരെ ഉയരത്തിൽ അതിൻ്റെ യാത്രയെ എന്നുവെച്ചാൽ ആ ഉയരത്തിലേക്കുള്ള അതിൻ്റെ യാത്രയെ ശക്തിപ്പെടുത്തുന്ന വേരുകളാണ്. എന്ന് വെച്ചാൽ ആരുടെയും ഉയർച്ചയ്ക്ക് അടിത്തറ വേണം. ആ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉയർച്ച എന്താവുന്നുള്ളൂ. എത്ര ഉയരത്തിൽ പോയാലും അടിത്തറ ബലമുള്ളതാണെങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ വൃക്ഷങ്ങൾ വളരെ ഉയരത്തിൽ വളർന്നിരിക്കുന്നത് ആരുടെ ശക്തിയിലാണ്? ഈ വേരുകളുടെ ബലത്തിലാണ്. അപ്പൊ അതാണ് നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. ആ മഹാവൃക്ഷങ്ങളുടെ മഹത്വം അറിയാൻ. ഭൂമിയുടെ ഒരു പ്രത്യേകത എന്താണോ? ഭൂമിക്ക് ധാരാളം പര്യായപദങ്ങളുണ്ട്. അതിലൊന്നാണ് ക്ഷമ എന്നൊരു പര്യായപദമുണ്ട് ഭൂമിക്ക്. ധര, ധരിത്രി, ക്ഷോണി, ക്ഷിതി, ക്ഷമ ഒക്കെ ഭൂമിയാണ്. അപ്പൊ ഭൂമിയോളം താഴണം വെച്ചാൽ ഭൂമി എത്രയോ സഹിക്കും. പരമാവധി സഹിച്ച് ആ സഹനം അങ്ങോട്ട് വിടുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പല രീതിയിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. എങ്ങനെയൊക്കെയാന്നുള്ളത് വരുന്ന വരികളിൽ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഭൂമിക്ക് വേരുകളിലൂടെ ആയിരിക്കാം ആകാശത്തെ തൊടാനാകുന്നത്. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയെ തൊടുന്ന പോലെയാണ് ചില ആൽമരങ്ങളുടെ വേരുകൾ. കണ്ടിട്ടില്ലേ? ആൽമരങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വേരുകൾ. അതിന്റെ വേരുകൾ, ആൽമരങ്ങളിൽ നിങ്ങളുടെ വേരുകൾ അങ്ങനെയാണ്. എങ്ങനെ? ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയെ തൊടുന്ന രൂപത്തിലാണ് ആൽമരങ്ങളുടെ വേരുകൾ. അത്തരം വൃക്ഷങ്ങൾ വേരുകളാൽ ചുറ്റും അതിരുകൾ തീർക്കുന്നു. പതുക്കെ പതുക്കെ അതിരുകൾ വലുതായിക്കൊണ്ടിരിക്കും. അതിനിടയിൽ മറ്റു ജന്തുജാലങ്ങൾക്ക് വളർന്നു വരാനും ജീവിച്ചു പോകാനുമുള്ള മറ്റൊരു ലോകം രൂപം കൊള്ളാനുണ്ടാകും. മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരുകളെ നാം വേണ്ടത്ര ഗൗരവത്തിലെടുക്കാറില്ല. വലിയ പാറക്കൂട്ടങ്ങളെ താഴേക്ക് വിട്ടുകളയാൻ മടിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്ന വേരുകളെക്കുറിച്ചും ചിന്തിക്കാറില്ല. അപ്പോൾ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരുകളെക്കുറിച്ച്, വൃക്ഷങ്ങളൊക്കെ വേണം, വൃക്ഷങ്ങളുടെ മഹത്വം അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ വൃക്ഷങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൃക്ഷങ്ങളെ ശരിയായ രീതിയിൽ പിടിച്ചു നിർത്തുന്നത് ആരാണ്? വേരുകളാണെന്നുള്ള സത്യം. ആ വേരുകളുടെ മഹത്വത്തെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് ലേഖകന്റെ അഭിപ്രായം. അല്ലേ? ഏതാണ്? നാം വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരുകളാൽ പ്രണയിച്ചു പോയൊരു പാറ ഇപ്പോഴും ക്യാമറ ഫ്രെയിമിൽ നിറയുന്നു. വേരുകൾ അതിനെ വല്ലാതെ ആലിംഗനം ചെയ്തു നിർത്തിയിരിക്കുകയായിരുന്നു. ആ പ്രണയ തീവ്രതയിൽ നിന്ന് അതിന് തെല്ലും വിട്ടുപോകാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടും പോയതുപോലെ തോന്നും. പുഴയ്ക്കടിത്തട്ടിലെ ചുവന്ന നിറമാർന്ന വേരുകൾ കണ്ടാൽ. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങി വരുമ്പോൾ കാടിന്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം. കാട്ടുവേരുകളെ തഴുകി ഒഴുകി വരുന്ന കാട്ടരുവികളിൽ മുങ്ങി വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഉന്മേഷം കിട്ടുന്നു എന്നാണ് പറഞ്ഞത്.
വയറു നിറയെ ആ ഔഷധക്കൂട്ട് കോരി കുടിക്കുമ്പോൾ വിശപ്പും തളർച്ചയുമൊക്കെ എത്രയോ അകലെ. ആ ഔഷധക്കൂട്ട് എന്ന് പറയാൻ കാരണം കാട്ടുചോലയിലെ വെള്ളമാണ്. വെള്ളം ഈ ഔഷധ ഗുണങ്ങളുള്ള വേരുകളെ പലതരത്തിലുള്ള വൃക്ഷങ്ങളുടെ വേരുകളിലൂടെ അതിനൊക്കെ തഴുകി ഒഴുകി വരികയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു ഔഷധക്കൂട്ട് തന്നെയാണ്. ആ ഔഷധക്കൂട്ട് എന്ത് ചെയ്യാണ്? കോരി കുടിക്കുമ്പോൾ വിശപ്പും തളർച്ചയും ഒക്കെ എത്രയോ അകലെ. കാട്ടരുവികൾക്കരികിലിരുന്ന് പ്ലാസ്റ്റിക് കുപ്പികളിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക്, ആ മിനറൽ വാട്ടർ ഇൻവെർട്ടർ കോമയില കൊടുത്തിട്ടുള്ളത്, നമ്മൾ കുപ്പിവെള്ളം കുടിക്കുന്നവർക്ക് തൊട്ടരികിലൂടെ ഒഴുകുന്ന ഔഷധക്കൂട്ട് നിഷിദ്ധമാണ്. നമ്മളിപ്പോൾ യാത്രക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാട്ടിനെ കാണാൻ പോവുകയാണെങ്കിലും കാട്ടുചോലകളിൽ നിന്നുള്ള വെള്ളം കുടിക്കാം എന്ന് കരുതി നമ്മൾ വെള്ളം കയ്യിലെടുക്കാതെ ഒന്നും പോവില്ല. കാരണം നമ്മൾ രോഗങ്ങളെയും മറ്റും ഭയപ്പെടുന്നവരാണ്. അതാണ് അടുത്തായിട്ട് പറയണത്. രോഗങ്ങളെ മാത്രം ഭയന്നു ജീവിക്കുന്നവർക്ക് കാട്ടുചോലയിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, കാറ്റ്, മഴ ഒക്കെ അന്യമാണ്. അവയൊന്നും നമുക്ക് അനുഭവവേദ്യമാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മളെപ്പോഴും ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെപ്പോഴും എന്താണ്? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അതുപോലെ കുപ്പി ഈ വെള്ളം എങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം ആണല്ലോ അത് എന്നുള്ള രീതിയിൽ ആ കുപ്പി വെള്ളം മാത്രം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ അരുവിക്കരികിലിരുന്ന് മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് എന്തെല്ലാം നിഷിദ്ധമാണെന്നാണ് ലേഖകൻ പറയണത്. എന്തൊക്കെയാണ്? മിനറൽ വാട്ടർ കുടിക്കുന്നവർ തൊട്ടരികിലൂടെ ഒഴുകുന്ന ഔഷധക്കൂട്ട് നിഷിദ്ധമാണ്. എന്താ കാരണം? രോഗങ്ങളെ മാത്രം നമ്മൾ ഭയന്ന് ജീവിക്കുന്നവരാണ്. അവർക്ക് കാട്ടുചോലയിലെ ജലം, മണ്ണ്, വായു, സൂര്യപ്രകാശം, കാറ്റ്, മഴ ഒക്കെ എന്താണ്? അന്യമാണ്. നമുക്കതൊക്കെ അന്യമായി തീർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനോടൊപ്പമാണ് പാൽകാച്ചി മല കയറിയത്. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലം സന്ദർശിച്ചതിനെ കുറിച്ച്. പാൽകാച്ചി മല കയറിയത് ആരോടൊപ്പമാണ്? കടുവ സങ്കേതത്തിലെ. ഏത് കടുവാ സങ്കേതം? പെരിയാർ കടുവാ സങ്കേതത്തിലെ വാച്ചർ കണ്ണനോടൊപ്പമാണ് പാൽകാച്ചി മല കയറിയത്. അധികമാരും കയറി ചെല്ലാത്തിടമായിരുന്നു അത്. മുകളിലെ ആ കൊച്ചു നിത്യഹരിത വനം, അതിനകത്തെ ചെറിയൊരു നീർച്ചാൽ, കാട്ടുപോത്തിന്റെ അസ്ഥികൾ, അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പെരിയാർ തടാകത്തിന്റെ മനോഹരമായ ദൃശ്യം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ അവിടുന്ന് കണ്ടു. എവിടെ? പാൽകാച്ചി മലയിൽ ചെന്നപ്പോൾ. പക്ഷേ തിരിച്ചുള്ള ഇറക്കം മറക്കാനൊക്കില്ല. ആരും ഇറങ്ങിയിട്ടില്ലാത്ത ചരിവിലൂടെയായിരുന്നു അത്. ഇഞ്ചപ്പടപ്പുകളിലൂടെ കണ്ണനെ പിന്തുടർന്നത് ഏതൊക്കെയോ വൃക്ഷങ്ങളുടെ വേരുകളിൽ ചവിട്ടിയും തൂങ്ങിക്കിടന്നുമൊക്കെ ആയിരുന്നു. വേനൽ കൊടുമ്പിരി കൊണ്ട ദിനങ്ങൾ. മലഞ്ചെരിവിലൂടെയുള്ള വഴികളൊക്കെ ഉണങ്ങി മുള്ളുകൾ പോലെ ഇരുന്നിരുന്നു. കാലുകളിലും കൈകളിലും മുള്ളുകൾ കുരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കരടി അമ്മയും കുഞ്ഞും ഞങ്ങളെ കടന്നുപോയത്. അപ്പോൾ തിരിച്ചിറങ്ങുന്നത് മലഞ്ചെരിവിലൂടെ അങ്ങനെ ഇറങ്ങുകയാണ്. എങ്ങനെയാ? അത് ഇഞ്ചപ്പടർപ്പുകളിലൂടെ കണ്ണനെ പിന്തുടർന്ന് വൃക്ഷങ്ങളുടെ വേരുകളിലൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇറക്കത്തിനിടയിൽ ഒരു കാഴ്ച കണ്ടു, മനോഹരമായ ഒരു കാഴ്ച കണ്ടു. ഒരു കരടി അമ്മയും ഒരു കുഞ്ഞും ഞങ്ങളെ കടന്നുപോയി. അപ്പോൾ കരടി അമ്മയും കുഞ്ഞും പോയത് നല്ലൊരു കാഴ്ചയാണെങ്കിലും ആക്കാൻ പറ്റിയില്ല. അതിനെ ക്യാമറയിൽ പകർത്താൻ കഴിയാത്തതിന്റെ വിഷമമാണ് ഇവിടെ പറയണത്. നോക്കൂ, മുതുകിലെ ബാഗിൽ ക്യാമറ അപ്പോൾ വിശ്രമിക്കുകയായിരുന്നു. ആ കൊടും ഇറക്കത്തിന് 2 കരങ്ങൾ പോരായിരുന്നു. അപ്പൊ ക്യാമറ ഉണ്ട് കയ്യില്, പക്ഷെ ആ ക്യാമറ ഉപയോഗിച്ച ആ നല്ലൊരു ദൃശ്യം, ഏത് കരടിയമ്മയും കുഞ്ഞും പോകുന്ന ദൃശ്യം പകർത്താൻ ലേഖകന് കഴിഞ്ഞില്ല. കാരണം 2 കൈകൾ പോരായിരുന്നു ഇറക്കത്തിന്. അത്രയും ബുദ്ധിമുട്ടുള്ള ഇറക്കത്തിലൂടെ ആണ് അവരുടെ യാത്ര. അപ്പോൾ വേരുകളിൽ തൂങ്ങി അടുത്ത വേരുകളിൽ പിടിച്ച് ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. വേരുകളിലൂടെ ഒരു മടക്കം, അതും അടയാളപ്പെടുത്തിയിട്ട്, വേരുകളിലൂടെ ഒരു മടക്കം. അടുത്ത പാരഗ്രാഫ്. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ വേരുകളിലെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയുന്ന ഒരു ആളായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുവക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. ഏതിനോ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. ചില വേരുകൾ ഉണക്കിയെടുത്ത് അയാൾ മുതുവക്കൊട്ടിൽ സൂക്ഷിച്ചിരുന്നു.
മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ ഈ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. നഖം ഇളകി മാറിയ കാൽവിരൽ നോക്കി കുറച്ചു നേരം ഇരുന്നതും പിന്നീട് കാടിനകത്തളത്തിലേക്ക് കയറിപ്പോയി ഏതോ വേരുമായി തിരിച്ചു വന്നതും ഓർക്കുന്നു. വാക്കത്തിയുടെ മടമ്പ് കൊണ്ട് വേര് ചതച്ച് കാലിൽ വെച്ച് കെട്ടിത്തരികയായിരുന്നു. ലേഖകന്റെ ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞത്. 25 വർഷം മുമ്പാണ് അരുണാചലവും മുത്തയ്യയും ഒക്കെ ആദ്യമായി കാടിറങ്ങി നാട്ടിലേക്ക് വന്നത്. അന്ന് അറബിക്കടലിന് മുന്നിൽ അത്ഭുതത്തോടെയാണ് അവർ നിന്നത്. കണ്ടൽ കാടുകളിലെ വേരുകൾക്കിടയിൽ തനിക്ക് പരിചിതമായ വേരുകൾ ഉണ്ടോ എന്ന് അരുണാചലത്തിന്റെ കണ്ണുകൾ തേടുന്നത് കണ്ടു. ഇന്ന് അടിച്ചിൽ തൊട്ടിയിൽ അരുണാചലം ഇല്ല. വേരുകളുടെ രഹസ്യം അറിയുന്നവരും ഇല്ല. ഒരു ചെറിയ പനിക്കു വേണ്ടി അവർ പട്ടണത്തിലെ ഡോക്ടർമാരെ തേടി പോകുന്നു. എന്ന് വെച്ചാൽ ആ മുതുവക്കുടിയിലെ കാണിക്കാരൻ അരുണാചലത്തിന് വേരുകളുടെ ഔഷധമൂല്യം അറിയായിരുന്നു. ഏത് രോഗത്തിനും ആ വേരുകൾ ഉപയോഗിക്കാൻ കഴിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം അതിന്റെ രഹസ്യം അറിയുന്നവരാരും ഇല്ല. ഇന്ന് പട്ടണത്തിലെ ഡോക്ടർമാരെ തേടി വരുന്നവരാണ് ആര്? ആ പ്രദേശങ്ങളിലെ ഒരു ചെറിയ പനിക്ക് വേണ്ടി അവർ പട്ടണത്തിലെ ഡോക്ടർമാരെ തേടി പോകുന്നു എന്നാണ് പറഞ്ഞത്. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിൽ കാണും. ഔഷധ സത്ത് അടങ്ങിയ കിഴങ്ങുകൾ തേടി അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈദ്യന്മാർ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുൾക്കാടുകൾക്ക് അതിൻ്റെതായ ഔഷധ സസ്യങ്ങളും മുതുമലക്കാടുകളും ഒരേപോലെയാണ്. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരി ഒരാളുടെ പേരാണ്. ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. അയാളോടൊപ്പമുള്ള അലച്ചിലുകളിൽ എല്ലായ്പ്പോഴും ഏതൊക്കെയോ വേരുകൾ ചവച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാരിയുടെ വയസ്സിനെ കുറിച്ച് ആർക്കും വലിയ തിട്ടമില്ല. കണ്ടാലും പ്രായം തീരെ തോന്നില്ല. എപ്പോൾ വയസ്സ് ചോദിച്ചാലും ഷാറേ എനിക്ക് 50 വയസ്സാച്ച് 15 എന്നാണ് മാരി പറയുക. 15 വർഷം മുമ്പ് ഞാൻ മാരിയെ കാണുമ്പോഴും 50 വയസ്സ്, ഇന്നും 50 വയസ്സ്. അപ്പോൾ ഉടുമ്പുമാരിയെ കുറിച്ച് നമ്മുടെ മുതുവ കുടി ആരാണ്? അടച്ചിൽ തൊട്ടി മുതുവാക്കുടിയിലെ കാണിക്കാരൻ അരുണാചലത്തെ പോലെ തന്നെ വേരുകളെ കുറിച്ചുള്ള അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയുന്ന മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞ ഉടുമ്പുമാരി. പെരുമ്പാവൂരിലെ ഇരിങ്ങൽ കാവിലേക്ക് ഒഴിവു ദിനങ്ങളിലെ യാത്രകളിലാണ് കാവുകളെ അറിയാൻ ശ്രമിച്ചത്. വലിയ അത്ഭുതം തന്നെയായിരുന്നു ആ കാഴ്ച. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിച്ച ഒരു ഹരിത ഇടം. പൊയ്പോയ കാലം ഈ നഗരപ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനുള്ള ഒരു തെളിവ്. എല്ലാ വേരുകളുടെയും അന്നം തേടിയുള്ള യാത്രകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണിലേക്ക് ഊർന്നു വീഴുന്ന ഒരു ഇല പോലും വേരുകൾക്കായിട്ടാണല്ലോ മണ്ണടരുകളിലേക്ക് താണു പോകുന്നത് എന്ന് തോന്നിക്കും. ആ ഇലയടരുകളുടെ കാഴ്ചകൾ, ഇലയടരുകളെല്ലാം തന്നെ എന്താണ് വേരുകളിലേക്ക് പോയി വേരുകളിലൂടെ എന്ത് ചെയ്യാണ് പുനർജനിക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭൂമിയിലേക്ക് നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കൂടുകൾ എന്തുമാത്രം തടസ്സങ്ങളാണ് വേരുകളിൽ ഉണ്ടാക്കുന്നത്. ചില വൃക്ഷങ്ങളുടെ മുകളിലേക്കുള്ള പ്രയാണത്തെ വരെ അത്തരം പ്ലാസ്റ്റിക് വസ്തുക്കൾ തടയുന്നു. ഉൾക്കിടിലത്തോടെ മനുഷ്യന്റെ ഇത്തരം ചെയ്തികൾ കാണാനാകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് വേരുകൾ പിഴുതെറിയുമ്പോൾ ഭൂമിയെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്ന വേരുകളാണ് ഓരോന്നായി അറുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വേരുകളൊക്കെ തന്നെ നഷ്ടപ്പെടുത്തിയതോ നഷ്ടപ്പെടുന്നതോ ആയ മനുഷ്യരെ കുറിച്ച് ഓർക്കുന്നു. ഏതൊന്നിൻ്റെയും നിലനിൽപ്പ് തന്നെ ഭൂമിയിലേക്ക് ആഴത്തിൽ പിടിച്ചു നിർത്തുന്ന വേരുകളിലാണല്ലോ. അത് വേരുകൾ വിച്ഛേദിക്കുന്ന നമ്മൾക്കറിയില്ലായിരിക്കാം. അറിഞ്ഞാലും തിരക്കേറിയ ഈ ജീവിതത്തിൽ വേരുകൾക്ക് എന്ത് പ്രസക്തിയാണ്? വേരുകൾ നിർബന്ധപൂർവം പറിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ പലായനം ചെയ്യാൻ ഓടിപ്പോവുക. വേരുകൾ എന്താ പറയണത്? വേരുകൾ നിർബന്ധപൂർവം പറിച്ച് എന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടായിട്ടല്ല, താല്പര്യം ഇല്ലെങ്കിലും തങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് നിർബന്ധപൂർവം പോകേണ്ട ഒരവസ്ഥയുള്ള ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിലല്ലെങ്കിൽ അന്യ നാടുകളിൽ ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വരുന്ന അഭയാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങളും ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വാർത്തകൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്.
NH-47 തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ഭാഗത്ത് ഒരു കാലത്ത് റോഡിന് ഇരുവശവും വലിയ മാവുകളും പ്ലാവുകളും ആയിരുന്നു. വഴി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തണലേക്കുകയും സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകിയും അവ അവിടെ നിന്നു. ഇന്ന് അവിടെ ഒറ്റ വൃക്ഷവും കാണാൻ സാധിക്കില്ല. റോഡിനു മധ്യേ പിടിപ്പിച്ചിരിക്കുന്ന വർണ്ണച്ചെടികൾക്കു പകരം നാട്ടുവൃക്ഷങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഭൂമിയിലെ ജലത്തിന്റെ ശോഷണത്തിൽ കുറച്ചെങ്കിലും തടയിടാൻ നമ്മുടെ ഈ നാട്ടുവൃക്ഷങ്ങൾക്ക് കഴിയും എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടുവൃക്ഷങ്ങളുടെ വേരുകൾക്കൊക്കെ ഭൂമിയിലെ ഈർപ്പത്തെ നിലനിർത്താനും ജലം ശേഖരിച്ചു വെക്കാനുമുള്ള കഴിവുകളുണ്ട്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം ഇവിടെ ശേഷിക്കുന്ന പച്ചപ്പിലെ വേരുകളുടെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് അവ പിഴുതെറിയുന്നവർക്ക് അറിയില്ലായിരിക്കാം. വസിക്കാൻ ഇടമില്ലാത്ത ഇടങ്ങളിൽ പുതിയ പുതിയ പാതകളും പദ്ധതികളുമായി വരുന്നവർക്ക് മണ്ണിനെക്കുറിച്ചും വേരുകളെക്കുറിച്ചും എന്തറിയാം? അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കൂ. വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തുടർച്ചയായ ഇടിച്ചിലുകളോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കാനേ ഒക്കൂ. ഓരോ വേരും പിഴുതെറിയുമ്പോൾ നാം നമ്മുടെ വേരുകളാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം നമ്മളെ ഈ ആഗോളതാപനം, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തന്നെ പച്ചപ്പിലേക്കും അവയുടെ വേരുകളിലേക്കും തിരിച്ചു നടക്കാനുള്ള അറിവാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലേഖകൻ്റെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ലേഖകൻ്റെ ആഗ്രഹം എന്താണ്? ഒരു കാട്ടിൽ വൃക്ഷമായി ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്നു. വെട്ടി അകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷം. മനുഷ്യർ വയ്ക്കുന്ന കാട്ടുതീയിൽ നിന്ന് പോലും പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷം. അപ്പോൾ ലേഖകൻ്റെ NA നസീറിൻ്റെ ആഗ്രഹമാണ് പറഞ്ഞൊരു കാട്ടാൽ വൃക്ഷമായി ജനിക്കണം എന്നുള്ളത്. വെട്ടി നശിപ്പിച്ചാലും വീണ്ടും പുനർജനിക്കാൻ കഴിയുന്ന ഒരു കാട്ടാൽ വൃക്ഷം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ തരാം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവരും എൻ്റെ ഈ അക്ഷരജാലം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.